ാണ് തങ്ങൾക്ക് സ്വസ്ഥ സമ്പൂർണമായ ഒരു കോളനി സ്ഥാപിക്കാൻ സാധ്യമാകാതെ പോയത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കവേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സൺ വിശുദ്ധ ഖുർആന്റെ കോപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. So long as the Egyptians have got this book with them, they will never be able to enjoy quiet or peace in that land. ഈ ഗ്രന്ഥം ഈജിപ്തുകാരുടെ കയ്യിലുള്ളിടത്തോളം കാലം സ്വസ്ഥ സമ്പൂർണമായ ഒരു കോളനി അവിടെ സ്ഥാപിക്കുക സാധ്യമല്ല. അങ്ങനെ സാധ്യമല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സനെ കൊണ്ട് പറയിപ്പിച്ച ഖുർആൻ അത് ഈ ലോകത്ത് സർവചരാചരങ്ങളുടെയും അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. എല്ലാ അവകാശ ധ്വംസനങ്ങൾക്കെതിരായും പോരാട്ടത്തിന്റെ ഭൂമികകൾ സൃഷ്ടിക്കുന്നു. സ്ത്രീകൾക്കെതിരായിട്ടുള്ള കയ്യേറ്റത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ജനിപ്പിക്കപ്പെടാതെ പോകുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രഥമമായ അവകാശം എന്ന് പറയുന്നത് ജനിക്കാനുള്ള അവകാശമാണ്. ആ ജനിക്കാനുള്ള അവകാശം പോലും ഇന്ന് നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെ പേരിൽ, സുഖസമ്പൂർണതകളുടെ പേരിൽ. വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തെ ചൂണ്ടിയാണ് ചോദിക്കുന്നത്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത് മഹാപാപമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ടാണല്ലോ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. കൂടുതൽ കുട്ടികളുണ്ടായാൽ ആ വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമാകും എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജനിക്കാനുള്ള അവകാശം ദാരിദ്ര്യത്തിന്റെ പേരിലും ജനിച്ചവർക്ക് സുഖഭോഗത്തോടുകൂടി ജീവിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയും നിഷേധിക്കുന്നുവെന്ന് പറയുന്നിടത്ത് നിന്നാണ് മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ അതിക്രൂരമായ ചരിത്രം ആരംഭിക്കുന്നത്. അത് കുട്ടികളിലേക്ക് പടരുന്നു, അത് ചെറുപ്പക്കാരിലേക്ക് വ്യാപിക്കുന്നു, അത് മധ്യവയസ്കന്മാരിലെത്തുന്നു, അത് വൃദ്ധന്മാരിലേക്ക് പടരുന്നു. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ അടിമുതൽ മുടി വരെ അവകാശ ലംഘനങ്ങളുടെയും ധ്വംസനങ്ങളുടെയും ഭീതിപ്പെടുത്തുന്ന ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് നൽകുന്നു. മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്നവർ ആരുണ്ട് ലോകത്ത്? ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് സ്ഥാപിക്കപ്പെടാൻ എത്ര മനുഷ്യരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വധിക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. പ്രവാചക ജീവിതത്തിന്റെ 23 വർഷത്തിനിടയിൽ ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കാൻ, ഒരു ജീവിത വ്യവസ്ഥിതിയാക്കാൻ, ഒരു ദർശനമാക്കാൻ നടത്തപ്പെട്ട പോരാട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം 1000-ൽ താഴെയാണെന്ന് ലോകമറിയട്ടെ. ലോകത്തോട് ഉച്ചയിസ്തരം അത് വിളിച്ചു പറയാൻ ബാധ്യസ്ഥരാണ് മുസ്ലിങ്ങൾ. ഇത്രയും ലീസ്റ്റ് കോസ്റ്റിൽ, ഇത്രയും ചുരുങ്ങിയ മനുഷ്യ ജീവനുകളുടെ പിൻബലത്തിൽ ലോകത്തേതെങ്കിലും ഒരു രാജ്യത്ത്, ലോകത്തേതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു വ്യവസ്ഥിതിയുടെ സ്ഥാപനം നടന്നിട്ടുണ്ടോ? രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ സമരചരിത്രം എടുത്ത് പരിശോധിക്കാം നമുക്ക്. ലോകത്തിലെ വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കാം നമുക്ക്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ബലി കൊടുക്കപ്പെട്ടിട്ടല്ലാതെ ഒരു സ്വാതന്ത്ര്യവും ആർക്കും ലഭ്യമായിട്ടില്ല. ഒരു ഭരണകൂടങ്ങളും ഒരു പ്രത്യയശാസ്ത്രവും എവിടെയും നിലവിൽ വന്നിട്ടില്ല. മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്, ഒരു വിശ്വാസത്തിന് മാത്രമേ മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള ധാർമ്മികമായ അവകാശമുള്ളൂ, ധാർമ്മികമായ അധികാരമുള്ളൂ. ദൗർഭാഗ്യവശാൽ മനുഷ്യന്റെ ജീവന് വില കൽപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികൾ ഇന്നെത്ര പേരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്? ആദർശത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, അസഹിഷ്ണുതയുടെ
അസമാധാനത്തിന്റെ വിഷവിത്ത് പാകുന്നവർ പ്രവാചക ചര്യയെ മുറുകെ പിടിക്കുന്നവരാണോ? ഇസ്ലാമിന്റെ ഈ സമാധാനത്തിന്റെ സ്പിരിറ്റിനെ, അന്തസ്സത്തയെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുള്ളവരാണോ? അല്ല എന്ന് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഇസ്ലാം സമാധാനത്തിന്റെയും ശാന്തിയുടെയും മതമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന് മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് സാമ്പത്തിക ചൂഷണത്തിന്റെ യുഗമല്ലേ? പുതിയ കാലഘട്ടമെന്ന് പറയുന്നത് ഗ്ലോബലൈസേഷന്റെ കാലഘട്ടമാണ്. സാമ്പത്തിക ചൂഷണത്തിന്റെ മനോഹരമായ പദമാണ് ഗ്ലോബലൈസേഷൻ. മനുഷ്യത്വ മുഖം നഷ്ടപ്പെട്ട വികസനത്തിന്റെ സങ്കല്പം മനുഷ്യാവകാശങ്ങളുടെ ശവപ്പറമ്പാക്കി നമ്മളുടെ ലോകത്തെ മാറ്റിയിരിക്കുന്നു, നമ്മളുടെ സാമൂഹ്യ ഘടനയെ മാറ്റിയിരിക്കുന്നു. മാനവികതയെ ഉൾച്ചേർത്തുകൊണ്ടുള്ള വികസനത്തിന്റെ പുതിയ സങ്കല്പത്തിന്റെ വാഹകന്മാരാകാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കണം, വിശ്വാസികൾക്ക് കഴിയണം. അവിടെ നമുക്ക് മനുഷ്യാവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാനാകൂ. സാമ്പത്തിക ചൂഷണം മനുഷ്യന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. സാമ്പത്തിക ചൂഷണങ്ങളുടെ എല്ലാ കവാടങ്ങളും ഇസ്ലാം അടച്ചു. പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞു, എല്ലാ പലിശകളും ഇന്നിതാ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പണം കൊടുത്തുകൊണ്ട് പലിശ വാങ്ങുന്ന സാമ്പത്തിക ചൂഷണത്തിന്റെ കൊടിവാഹകന്മാർക്ക് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വർത്തമാന കാലത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ഉപാധിയായിട്ടുള്ള സാമ്പത്തിക ചൂഷണത്തെ നിരാകരിച്ചുകൊണ്ടാണ് പ്രവാചകൻ പ്രഖ്യാപിച്ചത് തന്റെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ, തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ, എല്ലാ പലിശയും ഇന്ന് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. പ്രാകൃത കാലത്ത് കഴിഞ്ഞുപോയ മുഴുവൻ രക്തച്ചൊരിച്ചിലുകളും വിസ്മരിക്കപ്പെടേണ്ടതാണ്. അവക്കുള്ള പ്രതികാരം വീട്ടേണ്ട സമയമല്ല സമാഗതമായിരിക്കുന്നത്. ശപിക്കപ്പെട്ട കഴിഞ്ഞ കാലത്ത് നടന്നുപോയ സംഭവങ്ങളെ, പ്രാകൃത കാലത്ത് നടന്നുപോയ മനുഷ്യക്കുരുതികളെ, രക്തച്ചൊരിച്ചിലുകളെ മറക്കണം എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ ലോകത്ത് സമാധാനത്തിന്റെ പുതിയ സൂര്യോദയത്തിന്റെ പിറവികാത്ത് കഴിയുന്നവർക്ക് പ്രതീക്ഷയുടെ വലിയ ഒരു ഭൂമികയാണ് സമ്മാനിക്കുന്നത്. പ്രതീക്ഷയുടെ ഒരു മഹാചക്രവാളം ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ തുറന്നു കാട്ടുന്നു. ആ വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. ആ ചക്രവാളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ് നാം നടത്തേണ്ടത്. എല്ലാം പരിഹരിക്കപ്പെടുന്ന, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനം. മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് നമസ്കരിക്കാത്തവനാണ് ദീനിനെ കളവാക്കുന്നവൻ എന്നല്ല, നോമ്പനുഷ്ഠിക്കാത്തവനാണ് ദീനിനെ കളവാക്കുന്നവൻ എന്നും ഖുർആൻ പറഞ്ഞില്ല. ഹജ്ജ് ചെയ്യാത്തവനാണ് ദീനിനെ കളവാക്കുന്നവൻ, മതത്തെ കളവാക്കുന്നവൻ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചില്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? മതത്തെ കളവാക്കുന്നവൻ അനാഥയെ തള്ളി പറയുന്നവനാണ്. അഗതിക്ക് ഭക്ഷണം നൽകാത്തവനെന്നല്ല പറഞ്ഞത്, അഗതിക്ക് ഭക്ഷണം നൽകാൻ പ്രോത്സാഹിപ്പിക്കാത്തവനാണ് മതത്തെ കളവാക്കുന്നവൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശന്ന് വലയുന്ന മനുഷ്യൻ, ജീവിക്കുവാനുള്ള ആഹാരം ലഭിക്കുക എന്ന പ്രാഥമികമായ അവകാശം നിഷേധിക്കപ്പെടുന്ന മനുഷ്യൻ, അവന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഖുർആൻ, മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? അനാഥയെ തള്ളിപ്പറയുന്നവനാണവൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിന്റെ വീട്ടുപടിക്കലേക്ക് യാചിച്ചു വരുന്നവനെ ആട്ടിപ്പുറത്താക്കുന്നവനാണ് മതത്തെ കളവാക്കുന്നവൻ. ഇസ്ലാമിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ഇനിയും തെളിവുകൾ തേടിപ്പോകേണ്ടതുണ്ടോ? നമ്മൾ എല്ലാമുണ്ട് ഇസ്ലാമിൽ. പക്ഷേ മനുഷ്യന്റെ അവകാശങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും പോലും നിഷേധിക്കപ്പെടുന്നു, അപമതിക്കപ്പെടുന്നു. മനുഷ്യന്റെ ആത്മാഭിമാനം,
അതുപോലും അപമതിക്കപ്പെടുമ്പോ, ചോദ്യം ചെയ്യപ്പെടുമ്പോ അവിടെ വ്രണിതമാകുന്ന മനസ്സിന്റെ കൂടെ നിൽക്കാൻ ഇസ്ലാം വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം വിശ്വാസികളുടെ സമൂഹത്തെ അങ്ങനെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ഉത്ബോധനത്തിന്റെ പുതിയ പുതിയ മാറ്റൊലികളാണ് ഈ ലോകം മുഴുവൻ നമ്മൾ മുഴക്കേണ്ടത്. എല്ലാം പറഞ്ഞിട്ടും എന്തേ നമുക്കതൊന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ആത്മവിമർശന ബുദ്ധിയാ നമ്മളും നിൽക്കേണ്ടതുണ്ട്.